കാണണ്ടോ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മള് എന്തുണ്ടാക്കാൻ പോണ്? മീൻ ഉണ്ടാക്കാൻ പോണ്. അയല മീൻ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. വാ. അപ്പൊ അയല മീനാണ്. പ്രാവശ്യം കൂടി കുളിക്കേണ്ടി വരും. ഇതാണ് ഗൈസ്. നമുക്ക് വൈകുന്നേരം പറ്റാണ് പോവാം. എനിക്ക് ഞാൻ കുറെ കാലമായി ക്ലീനൊക്കെ ആക്കിയിട്ട് എനിക്കറിയില്ല. ഞാൻ ഫിഷ് തന്നെ കഴിച്ചിട്ട് കുറെ കാലമായി. അത് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് എങ്ങനെ ഇത് ക്ലീൻ ആക്കുക? അത് നമ്മൾ തല ഊരാണ് ഗൈസ്. ആർക്കെങ്കിലും തലയൊക്കെ ഇഷ്ടമാണ്. ഇത് കാണുന്നവരാരും തെറി വിളിക്കരുത്. കഴിക്കുകയാണെങ്കിൽ തന്നെ ചിക്കനാണ് അധികം കഴിക്കാറ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അയ്യോ ഓക്കെ. പിന്നെ ഈ കാണുന്നതാണ് ഇനി ഇവിടുത്തെ ഇതിൻ്റെ ഇവിടെ ഉള്ള ഈ ഇത് കളയണ്ടേ. എനിക്കങ്ങനെ അറപ്പൊന്നുമില്ല കേട്ടോ. എനിക്ക് മത്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതായത് മത്തി ചാള മീനുണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. പക്ഷെ ഞാനിതെന്താ വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് പാചകം ചെയ്ത് കൊടുക്കുകയാണ്. കുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. കഴിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഓക്കെ അല്ലേ? ക്യാമറ എടുത്തോണ്ടിരിക്കുന്ന ആള് ചിരിക്കാണ്. ഇതിന് അയലമീനാവുകൊണ്ട് എന്താ ഇതിന് ഞങ്ങൾ ചെളുക്കാന്ന് പറയും. നിങ്ങൾ എന്താന്ന് പറയുക ഗൈസ്? ഇത് ചെളുക്കല്ലല്ലോ, മത്തിമീനല്ലേ ചെളുക്കൊക്കെ ഉള്ളത്. ഇതിന്റെ വാല് ജസ്റ്റ് ഒന്ന് കട്ടിയെടുക്കും. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ മീൻ ഇവിടെ സക്സസ് ആയി. ഞാൻ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. കത്തി നല്ല കത്തി ഉണ്ട് അച്ഛൻ കൊണ്ട് പാർസലുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക ഫിഷൊക്കെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഇത് മസാലയൊക്കെ തേക്കാം. ഞാൻ കുറച്ച് ഫ്രൈ ആക്കണത് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ പറയുക കറി ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് ഫുള്ള് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു മീന് 2 ഹാഫ് കഷ്ണമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സൂപ്പറായി മീൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഫിഷിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ കൈയൊക്കെ നല്ല ക്ലീനാക്കി കഴുകിയിട്ടുണ്ട്. ഇനി വേണം എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വീട്ടിൽ കുടംപുളി എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഫിഷ് ഫ്രൈ മാത്രം ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തേക്ക് ഞാൻ അവസാനം എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ചല്ല അല്ലേ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് ഫിഷ് മസാല ഒരു ഏകദേശം ഒരു ഇത്രക്ക് എടുക്കാം. ഇത്ര ഉപ്പ് ഞാൻ ഇടുകയാണ്. അപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്കൊന്ന് കാണിക്കുമോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആക്കി ഇനി നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നന്നായിട്ട് ഇത് തിരുമാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തൂക്കി കൊടുക്കാം. അങ്ങനെ ഞാനിതാ മസാലയൊക്കെ തേച്ച് ഫിഷ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് അങ്ങനെ വെക്കാം. ഈ ഒരു ഗ്യാപ്പിൽ ഇതാ എൻ്റെ ക്യാമറാമാൻ ക്യാമറ എടുത്ത് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്ത് ഭയങ്കര ഡാൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മീനൊന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളിവിടെ നല്ല ഡാൻസാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇങ്ങനെ എല്ലാവരും കൂടെ കളിക്കാൻ. ഇവർ വെക്കേഷന് വന്നതാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഡാൻസൊക്കെ അവിടെ തീർന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളിതാ പിന്നെ നമ്മൾ പോയി ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.